അപ്പോൾ നമുക്ക് നമ്മുടെ കാരപ്പണിയാരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവ് ഉണ്ടാക്കുന്ന അളവ് ഞാൻ പറയാം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ട് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. അതുപോലെ ഇഞ്ചി ഇതിൽ മസ്റ്റാണ്. ഇഞ്ചി ചേർക്കാതെ പണിയാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. മല്ലിയിലയും ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് മല്ലിയില മതി. 1-1.5 ടീസ്പൂൺ മല്ലിയില ചേർത്താലും മതി. പക്ഷെ മല്ലിയില ചേർക്കുമ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുക. പിന്നെ നമ്മുടെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെടുക്കുന്ന അളവുകൾ, ദോശമാവ് നമ്മൾ മസാല ദോശയിലൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ. ഈ രീതിയിലാണ് ഞാൻ ദോശമാവ് അരച്ചെടുക്കുന്നത്. പിന്നെ ഇത് ചെറിയ പുളിയുള്ള ദോശമാവാണ് നല്ലത് പണിയാരം ഉണ്ടാക്കാൻ. ഒട്ടും പുളിയില്ലാത്ത ദോശമാവ് ഉപയോഗിച്ചുണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ചെറിയൊരു പുളിയുള്ള, വളരെ ചെറിയ പുളിയുള്ള ദോശമാവ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ വഴറ്റണം. നല്ലെണ്ണ എന്ന് പറയുമ്പോൾ എള്ളെണ്ണയിൽ തന്നെ വഴറ്റണം. വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ടുണ്ടെങ്കിൽ ആ പെർഫെക്റ്റ് പണിയാരത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാനിൽ നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഇനി ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരണം. കടുക് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിത്തീരുകയും ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ സവോള, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ചേർക്കാം. മല്ലിയില ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആവേണ്ട, പക്ഷെ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി വരുന്ന അത്രയും നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. നമ്മുടെ സവോളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് മതി. നമ്മുടെ ദോശമാവിൽ ഉപ്പുള്ളതാണ്. ഇനി സവോള ഒന്ന് കുക്കായി വരട്ടെ. നല്ലെണ്ണയിൽ സവോളയും പച്ചമുളകും എല്ലാം മൊരിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ആ നല്ലൊരു സ്മെല്ലോടുകൂടി നമ്മൾ ഈ പണിയാരം ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പണിയാരം ആവുന്നത്. ഈ നല്ലെണ്ണയിൽ ചെയ്തില്ല, വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും ടേസ്റ്റ് വരില്ല പണിയാരത്തിന്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നോളും. ഒരുപാട് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയാരത്തിൻ്റെ കളർ തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെ എന്ന് പറഞ്ഞത്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് കായപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. കായപ്പൊടിയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ മല്ലിയില ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ മതി എന്ന് പറഞ്ഞത്. ഒരുപാട് മല്ലിയില വേണ്ട. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനാവുമ്പോൾ 1 പച്ചമുളകിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് എരിവ് വേണ്ട. പിന്നെ എരിവ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. എരിവ് അധികം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ 1 പച്ചമുളകിൻ്റെ പകുതിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് നമ്മുടെ ദോശമാവിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ദോശമാവിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ദോശമാവ്.
ദോശമാവിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം നമ്മളിപ്പോൾ ദോശമാവ് അരച്ചെടുക്കണം എന്നില്ല. നമ്മുടെ വീട്ടിൽ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ഇഞ്ചിയും സവോളയും പച്ചമുളകും എല്ലാം മുറിച്ചെടുത്തിട്ട് വൈകുന്നേരം ചൂടോടെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ പണിയാരത്തിൻ്റെ മിക്സ് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാണ്. ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പണിയാരം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ലൈറ്റായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് ഉണ്ടാക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓടിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, നമ്മളിപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലെ ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നമ്മൾ ആ കുഴിയിൽ നിറയെ എണ്ണ ഒഴിക്കും. ഇതാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ എണ്ണ വീതം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ലൈറ്റായിട്ട് എണ്ണ തടവാണ്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ലൈറ്റായിട്ട് മതി. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പണിയാരത്തിൻ്റെ മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ കുഴികളുള്ള ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് ചെറിയ പണിയാരായിരിക്കും ഉണ്ടാവുക. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വലിയ ഉണ്ണിയപ്പച്ചട്ടിയാണ്. അതാവുമ്പോൾ ഓടിൻ്റെയാണ്. അത് ഈ സ്റ്റൗവിൽ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കുഴികളുള്ള ഉണ്ണിയപ്പച്ചട്ടി എടുത്തത്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാവ് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞു. നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടുക. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ അടിഭാഗം ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി വരണം. അതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പണിയാരത്തിൻ്റെ മാവ് ഒഴിച്ചിട്ട് ഒരു 3 മിനിറ്റായി. ഈ മേൽഭാഗം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതുണ്ടോ, അടിഭാഗത്ത് നന്നായിട്ട് മൊരിഞ്ഞ് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തിരിച്ചിടണം എന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് തിരിച്ചിടാം. അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ കുറച്ചൊഴിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ഇത് കാണാത്തത്, ഭയങ്കരമായിട്ടുള്ള തിളക്കം കാണാത്തത്. നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ട് നോക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണയിൽ ചെയ്യാണ് നല്ലത്. ഇതൊന്ന് ഇതുപോലൊരു 2 മിനിറ്റ് ഇരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കുക്കായി കിട്ടും. ആ മുകൾ ഭാഗം കുക്കായി കിട്ടും. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്നും താല്പര്യമില്ല, ഉള്ളിയും മുളകും ഒന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പ്ലെയിനായിട്ട് നമുക്ക് ദോശമാവ് മാത്രം ഇതുപോലെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നും ദോശയും ഇഡലിയും കഴിക്കുന്നതിനേക്കാൾ ഒരു മടുപ്പില്ലാതെ കഴിക്കാം. ചേഞ്ച് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. അപ്പോൾ ഞാൻ എന്താ കുക്കായ പണിയാരമൊക്കെ എടുത്തു തുടങ്ങുകയാണ്. അധികം സമയം വേണ്ട, ഒരു 4-5 മിനിറ്റ്. നമ്മുടെ ഒരു ദോശയൊക്കെ കുക്കാവുന്ന സമയം കൊണ്ട് തന്നെ ഈ പണിയാരം കുക്കായി കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ
എപ്പോഴും ഒരേ ഷേപ്പിൽ തന്നെ നമ്മൾ ദോശമാവ് ഉപയോഗിച്ച് ദോശയോ അല്ലെങ്കിൽ ഇഡലിയോ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ ചേഞ്ചായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാവുന്ന ഒരു ഷേപ്പാണ്. അതുപോലെ തന്നെ ചട്നിയുടെയും സാമ്പാറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. പിന്നെ കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. നമ്മളിപ്പോൾ എണ്ണ അധികം ഒഴിക്കാത്തതുകൊണ്ടാണ് അധികം പൊങ്ങി വരാത്തത്. അപ്പോൾ കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അധികം എണ്ണ യൂസ് ചെയ്യാതെ ഇതുപോലെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അധികം എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത ബാച്ച് ഉണ്ടാക്കുമ്പോഴും നമ്മൾ എണ്ണ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഉണ്ടാക്കുക. ഇതുണ്ടോ, ഇതുപോലെ നമ്മുടെ പണിയാരം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ബാച്ചും റെഡിയാക്കി എടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ എണ്ണ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 സ്പൂൺ മുതൽ 1/2 സ്പൂൺ വരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. കൂടുതൽ പൊങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ 1/4 സ്പൂൺ മുതൽ 1/2 സ്പൂൺ വരെ യൂസ് ചെയ്യാം. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ മിക്സ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാത്രം മാവ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോളയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് സ്പ്രെഡായി കിട്ടാനാണ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനാണെങ്കിലും വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാനാണെങ്കിലും എല്ലാം പറ്റിയൊരു റെസിപ്പിയാണ്. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മുടെ കയ്യിൽ ദോശമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം. അധികം സമയവും എടുക്കില്ല, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. നമ്മുടെ ദോശമാവും കുറച്ച് സവോളയും പച്ചമുളകും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതൊനി അടച്ചു വയ്ക്കട്ടെ, കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പണിയാരം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ തക്കാളി ചട്നിയുടെയും തേങ്ങ ചട്നിയുടെയും കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. സാമ്പാറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ തക്കാളി ചട്നിയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചട്നികളുടെയൊക്കെ കൂടെ ഇതുപോലെ ബാക്കി വരുന്ന ദോശമാവ് ഉപയോഗിച്ചിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പണിയാരത്തിന് മാത്രമായിട്ട് ദോശമാവ് അരച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കുക. എപ്പോഴും ഇഡ്ഡലിയും ദോശയും കഴിക്കുന്നതിൽ നിന്ന് ഒരു ചേഞ്ചായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ചൂട് മാറിയിട്ടുണ്ടെങ്കിലും ചട്നി സാമ്പാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാൻ കുഴപ്പമില്ല. ലഞ്ച് ബോക്സിലും കുട്ടികൾക്ക് കൊടുത്തുവിടാം ഒരു ചേഞ്ചായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.